തെരുവിൽ അന്തി ഉറങ്ങുന്ന കാലത്തും ചെരുപ്പ് തുന്നിക്കിട്ടുന്ന തുച്ഛമായ തുകയിൽ നിന്നും ഒരു വിഹിതം പാവപ്പെട്ടവർക്കായി നൽകിയിരുന്നു. പേരാമ്പ്ര പട്ടണത്തിൽ നിന്നും കളഞ്ഞു കിട്ടിയ 82,000 രൂപയും 1.5 പവന്റെ മാലയും അടങ്ങിയ ബാഗ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതോടെയാണ് ലിസി പത്രവാർത്തകളിൽ ഇടം നേടുന്നത്. ലിസിയുടെ സത്യസന്ധതയിൽ കൂത്താളിയിലെ മണിയോത്ത് നാരായണന്റെ സ്വർണവും പണവുമാണ് തിരികെ ലഭിച്ചത്. എല്ലാ അധ്യയന വർഷങ്ങളുടെയും ആരംഭത്തിൽ വെൽഫെയർ സ്കൂളിൽ പഠനോപകരണങ്ങൾ നൽകും. ദയാ പാലിയേറ്റീവ് കേന്ദ്രത്തിൽ തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്യും. ഇന്ന് നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പണിതു നൽകിയ വീട്ടിലാണ് ഡയാന ലിസി താമസിക്കുന്നത്. അരക്ഷിതത്വത്തിന്റെ ആശങ്കയിൽ നിന്നും സുരക്ഷിതത്വത്തിന്റെ തണലിലായതിന്റെ ആശ്വാസമുണ്ട്. സ്വപ്നങ്ങളുണ്ട്. വീടില്ലാത്തവർക്കായി വീട് പണിതു കൊടുക്കണം. ചെരുപ്പ് തിന്നുമ്പോൾ മഴയും വെയിലും കൊള്ളാതെ ഇരിക്കാവുന്ന ഒരിടം സ്വന്തമാക്കണം. എൻ്റെ പേര് ശിവാനി പട്ടേൽ എന്നാണ്. എൻ്റെ സ്വന്തം നാട് രാജസ്ഥാനാണ്. എൻ്റെ മമ്മീൻ്റെ പേര് ശിവകാമി എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ശിവദാസ് പട്ടേൽ എന്നാണ്. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് വന്നത് ഭയങ്കര സങ്കടത്തിലൊക്കെയാണ് ഞാൻ വന്നത്. ആദ്യം വന്നത് തന്നെ കൊയിലാണ്ടിയാണ്. എനിക്കൊരു അപകടം പറ്റിയിട്ടുണ്ട്. എൻ്റെ മാമന്മാരാണ് ഇത് ചെയ്തത്. സ്വത്തിന് വേണ്ടി ചെയ്തതാണ്. എൻ്റെ കഴുത്തിൽ ആസിഡ് വാർന്ന് കൊല്ലിപ്പിച്ചതാണ്. എൻ്റെ മമ്മീനെ കൊന്നതാണ്. അങ്ങനെയാണ് നാട് വിട്ട് വരാൻ കാരണം. ആദ്യം ആ സ്റ്റേജിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ വന്നിറങ്ങിയത് കൊയിലാണ്ടി. ഞാനും അച്ഛനും വന്നിറങ്ങിയത് കൊയിലാണ്ടിയിലാണ്. പിന്നെ ഈ മലയാള ഭാഷകളൊന്നും അങ്ങനെ എനിക്ക് പെട്ടെന്നൊന്നും അറിയില്ല. ഇപ്പം കുറച്ചൊക്കെ മലയാളം പഠിച്ചു വരുന്നുണ്ട്, കുറച്ചൊക്കെ അറിയാം. ആദ്യം വന്ന കുറേ കഷ്ടപ്പാടുകളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി കഷ്ടങ്ങൾ. കൊയിലാണ്ടിയിൽ നിന്നാണ് കാർബോർഡ് വർക്കല്, കുപ്പികൾ വർക്കല്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജോലിയായിരുന്നത്. പിന്നെ ബസ്സിൽ കയറിയിട്ട് എനിക്കറിയുന്ന ഏതെങ്കിലും തൊഴിലൊക്കെ ചെയ്ത് പേനയെല്ലാം വിറ്റിട്ടാണ് ജീവിച്ചത്. അങ്ങനെയാണ് കൊയിലാണ്ടിയിൽ ഒരാൾ എന്നെ എടുത്ത് വളർത്തിനും. TP കോയ്സൺ പറഞ്ഞ ഒരാളായിരുന്നു അയാൾ. ഞാൻ കൊയിലാണ്ടിയിൽ വലിയൊരു സ്ഥാപനത്തിന് ഉടമയായിരുന്നു അയാൾ. TP കോയ്സൺ എന്ന പേര്. അപ്പോൾ എങ്ങനെ ഞാൻ റോട്ടിൽ കിടന്നുറങ്ങനെ കണ്ടിട്ട് ഒരു ദിവസം അയാൾ വന്ന് ഈ കുട്ടീനെ എൻ്റെ അച്ഛനോട് വന്ന് ചോദിച്ചതാണ് ഈ കുട്ടീനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അങ്ങനെ അയാൾ എന്നെ കൊണ്ടുപോയതാണ്. ഐസ്പ്ലെയിൻ റോഡ്. അവരുടെ വീട് അവിടെയാണ്. അയാൾക്ക് സബർ ലോഡ്ജും ഒക്കെ ഉണ്ട്. പിന്നെ അയാൾ ബാത്റൂമിൻ്റെ താക്കോൽ കൊടുക്കലാണ് എനിക്കൊരു പണി തന്ന് ആടിയാനിരുന്ന് ഞാൻ ജോലി ചെയ്തത്. പിന്നെ അയാൾ മരണപ്പെട്ട് മീണ്ടിയാന്ന് എനിക്ക് എവിടെ പോവാന്ന് അറിഞ്ഞൂടാ. ഇത് പേരാമ്പ്രയാണെന്ന് എനിക്കറിയില്ല. പേരാമ്പ്ര ഒരു ബസ് സ്റ്റാൻഡിലൊന്നും ഞാൻ ഇറങ്ങിയെന്നില്ല. ഞാനും അച്ഛനും ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് കിടന്നുറങ്ങല്.